ഞാൻ കുറെ ഹൈ ഹീറ്റ് പറഞ്ഞപ്പോഴാണ് ലാസ്റ്റിൽ ആള് ഫസ്റ്റ് ടൈം എൻ്റെ അടുത്ത് ഐ ലവ് യു പറയുന്നത്. ഫസ്റ്റ് ടൈം കുറെ ഹൈ ഹീറ്റ് കുറെ മെസ്സേജ് അയച്ചു, ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു, ഞാനങ്ങ് പോയി. എന്നെ എല്ലാവരും അപ്പൊന്ന് വിളിക്കാറ് അധിക പേരും. എന്റെ അറിവിൽ ഇപ്പൊ ഇത്ര അധികം പേരുകൾ ഒരേ സമയം ഹാപ്പി ആയിട്ട് ക്യാരി ചെയ്യണ ഒരേ ഒരാള് ഞാൻ വാഷ്റൂം പോയിട്ട് വന്ന് തിരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന വന്നു. അപ്പൊ അച്ഛൻ വിചാരിച്ചു ഞാൻ കിടക്കുമ്പോൾ തന്നെ ഒരു ടാബ്ലറ്റ് തന്നു കഴിഞ്ഞാൽ തിരിച്ചുറങ്ങിയാണ് തരാൻ വേണ്ടിട്ട് എന്നെ ഉണർത്താൻ നോക്കുമ്പോൾ ഞാൻ എന്റെ കണ്ണ് രണ്ടും ഓപ്പൺ ആയിട്ടിരിക്കുന്നു. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ എത്രയും ഹൈറ്റിലൊക്കെ നമ്മൾ പൊങ്ങൂലേ ബ്രീത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ആ സമയത്ത് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ ഡോക്ടർ പറഞ്ഞു എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എന്നെ കൈയൊക്കെ പിടിച്ചു. ചേട്ടാ എന്നെ ബിഗ് ബോസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നേ. എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഈ പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് അവര് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, വരാൻ പറ്റുമെന്നുള്ള രീതി ചോദിച്ചു. ഇതൊരു പ്രാങ്ക് ആയിരുന്നു ചേട്ടാ. ചേട്ടൻ വിളിക്കുന്നു. ഹലോ, അവരെന്ത് സിറ്റുവേഷൻ അല്ലാത്ത സമയത്ത് വിളിച്ചുകൊണ്ട് എന്തപ്പം പ്രശ്നം, എന്തപ്പം പറയണ്ട അവരെടുത്ത്? ഓക്കെ സോറി. ഇവരങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചേട്ടനിപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. കീർത്തി നിർമ്മൽ ഡെലിവറിംഗ് ഹാപ്പിനെസ് പ്രസൻസ് ചക്കംപക്കത്തിലേക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ചക്കംപക്കത്തിൽ എന്നോടൊപ്പം കളിക്കാനുള്ളത് രക്ഷ രാജാണ്. ഹലോ രക്ഷ. ഹായ്. സുഖമായിട്ടിരിക്കുന്നല്ലോ? സുഖമായിട്ടിരിക്കും. ചക്കം എന്ന് പറയുന്നതാണ് ചോദ്യങ്ങൾ, പക്കം എന്ന് പറയുന്നത് ടാസ്കുകളാണ്. അതായത് ചക്കത്തിലെ ഓരോ ചോദ്യത്തിനും ഞാൻ ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ രക്ഷയ്ക്ക് തോന്നുന്നത് യെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെണ്ടയിൽ കൊട്ടാം. ഓക്കെ, അപ്പോ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പറയുന്ന ആൻസർ ചക്കെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അല്ല, ചക്കം ക്വസ്റ്റ്യൻസ്, പക്കം ആൻസേഴ്സ് അല്ല ടാസ്ക്. ഇപ്പൊ ഏതെങ്കിലും ഞാൻ ചോദ്യത്തിന് ഉത്തരം നോ ആണെന്ന് വെച്ചോ, അപ്പൊ ഞാൻ ഓരോ ടാസ്കുകൾ തരും. ആ ടാസ്കുകളാണ് പക്കത്തിലേക്ക് പോകുന്നത്. കൂടുതലായിട്ട് കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട, നമുക്ക് ഓരോരോ ചോദ്യങ്ങൾ കേട്ട് പോവാം. ഓക്കെ, അപ്പൊ അതിൽ നിന്നൊക്കെ എല്ലാം ക്ലിയർ ആവും. ചക്കത്തിലെ ആദ്യത്തെ ചോദ്യം, അപ്പു ജാനകി പ്രേക്ഷകരിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെന്നത് അപ്പു തന്നെയാണ്. എന്താ തോന്നുന്നേ? അത് യെസ് ആണേ മുട്ടണം. ആണോ? ആണ്. ഒരു എനർജി ഒന്നും ഇല്ലല്ലോ. അതെ, ആ എനർജി വരട്ടെ. ആണോ? ഇപ്പോഴും അങ്ങനെ തന്നെ തോന്നുന്നു. അപ്പൂനിലെ ആ ഒരു ലെവലിലേക്ക് ജാനകിക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റിയിട്ടില്ല. ഞാൻ എത്ര വേണമെങ്കിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഗുരുവായൂർ പോയപ്പോ അങ്ങനെ ഇനോഗ്രേഷന് പോയപ്പോ എല്ലായിടത്തിലും വന്നിട്ട് അപ്പം മോളെ ഞങ്ങള് ജാനകി കാണാറുണ്ട് കേട്ടോ തന്നെ വിളിക്കുന്നത്. ജാനകി എന്നല്ല കൂടുതൽ വിളിക്കുന്നത്, അപ്പു എന്നാണ്. പ്രണയിച്ച് നടക്കുന്ന സമയത്ത് ആർക്കെച്ചിനെ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഈ കുട്ടി പറ്റിച്ചിട്ടും പാവം ആർക്കെച്ച് വീണ്ടും കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. എന്തൊക്കെ പറഞ്ഞാ പറ്റിച്ചിരിക്കുന്നത്? അർക്കജ് എന്നെ പറ്റിച്ചിട്ടുണ്ടോന്ന് എനിക്ക് ഡൗട്ട്. എന്താ പറയാ, ഞാൻ പറ്റിച്ചത് ഞാനൊരു തമിഴ് എന്തോ ഷൂട്ടിന്റെ ഇടയിൽ വന്നിട്ട് ഞാൻ പിണങ്ങിയിരിക്കുന്നതോ ആണ്. പക്ഷെ അന്നപ്പം ഞാൻ ഷൂട്ടൊന്നുമില്ല, ഞാൻ ഫ്രീ ആയിട്ടിരിക്കായിരുന്നു. അപ്പം വിളിച്ചപ്പം എന്റെ അസിസ്റ്റന്റിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ബിസിയാണെന്ന് പറ, ഫ്രീ അല്ല, ഭയങ്കര തിരക്കാണ്. അപ്പൊ ഞാൻ 2-3 തവണ ആള് വിളിച്ചപ്പോ വീണ്ടും ആളെ കൊണ്ട് ഫോൺ ആള് വിചാരിച്ച് ബിസിയാണെന്ന്. ശരിക്കും ബിസി അല്ലായിരുന്നു, ചുമ്മാ ഇരിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് വിട്ടുകൊടുക്കില്ലല്ലോ. അതെ, പക്ഷെ ആളെന്നെ പറ്റിച്ചിട്ടുണ്ട്. അതെന്നെ പറ്റിച്ചത് ചിലപ്പോ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഒരു സിമ്പതി ഉണ്ടാവേണ്ടിട്ടാണോന്ന് എനിക്കറിയില്ല. എന്താ സിറ്റുവേഷൻ എന്തായിരുന്നു കേക്കട്ടെ? സിറ്റുവേഷൻ ആൾക്ക് എന്റെ അടുത്ത് പറഞ്ഞ ആൾക്ക് എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നു, അലർജിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് അലർജിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് തന്നെ ഒരു ദിവസം ഞാൻ കുറെ പിണങ്ങി. കാരണം നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നല്ലോ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ. അപ്പൊ അതിൽ നിന്ന് വേറെ ഇതിലേക്ക് പോകുമ്പോൾ ഞാൻ ഒന്ന് ബ്രേക്ക് ചവിട്ടി പിടിച്ചതാ. അപ്പൊ ഒരു ടൈം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വിളിച്ചപ്പാന്ന് തോന്നുന്നു.
വിഷ് ചെയ്ത് മാത്രം കട്ട് ചെയ്തു. ഞാൻ പിന്നെ കോളിംഗ് ഒന്നും അധികം ഉണ്ടാവാറില്ലായിരുന്നു മെസ്സേജ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു അതെ എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ട്, ഞാനിപ്പോൾ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു, അപ്പോൾ എനിക്ക് വയ്യാണ്ട് ഒട്ടും വയ്യ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെയോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നീ എന്താ പറയുക എൻ്റെ എനിക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പഠിക്കാൻ കൊടുക്കണം കുട്ടികൾക്ക്, അങ്ങനെയൊക്കെ ഡൊണേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ വിചാരിച്ചു ആൾക്ക് എന്തോ വലിയ അസുഖമാണെന്ന്. കാരണം പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഞാൻ പറഞ്ഞു അത് അമ്മേന്റെ അടുത്ത് വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, അപ്പൊ എൻ്റെ അടുത്ത് പറയണ്ടത്. അപ്പൊ എനിക്ക് ഇപ്പൊ നീയാണ് സ്പെഷ്യൽ എന്ന് തോന്നി, നിന്റെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഈ കാര്യം അവരുടെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ ഞാൻ എന്താ സത്യം പറ, എന്താ അസുഖം എന്നൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞു ഒന്നുമില്ല, പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടെ നീ അങ്ങനെ ചെയ്യണട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ദേഷ്യം പിടിച്ച് ഹൈ ഹേറ്റ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. എന്തൊക്കെയോ പറയുന്നത്, കാരണം എന്തെങ്കിലും ഒരു ചെറുത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണോ പറയേണ്ടതെന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ ഫോൺ കെട്ടപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു, കാരണം ആൾക്ക് എന്തോ വയ്യാണ്ടായിട്ടുണ്ടാകുന്നൊക്കെ. അപ്പൊ ഞാൻ കുറെ ഹൈ ഹേറ്റ് പറഞ്ഞപ്പോഴാണ് ലാസ്റ്റിലെ ആള് ഫസ്റ്റ് ടൈം എൻ്റെ അടുത്ത് ഐ ലവ് യു പറയുന്നത്. ഫസ്റ്റ് ടൈം കുറെ ഹൈ ഹേറ്റ് കുറെ മെസ്സേജ് അയച്ചു. ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു, ഞാനങ്ങ് പോയി. പിന്നെ പിറ്റേ ദിവസം ഞാൻ ഓൺ ചെയ്ത സമയത്ത് ബട്ട് ഐ ലവ് യു എന്നാണ് മെസ്സേജ്. ഫസ്റ്റ് ടൈം ഐ ലവ് യു പറയാൻ വേണ്ടി ഇത് പറയേണ്ടിട്ട് എന്താന്ന് എനിക്കറിയില്ല ആളെന്താന്ന്, കാരണം ആൾക്ക് പിന്നെ അങ്ങനത്തെ ഒരു അസുഖം ഞാൻ കണ്ടിട്ടില്ല. അത് ഐ ലവ് യു പറയുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അസുഖമാണ് ഇവിടെ പ്രണവിനും വിജിതിനും സ്ഥിരമായിട്ടുണ്ടാവാറുണ്ടല്ലേ. കുറേ ഇവർക്ക് അതേപോലെ അനുഭവപ്പെടാറുണ്ട്. അതിനുശേഷം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, കാരണം ഞാൻ അന്ന് ഭയങ്കര ടെൻഷൻ അടിച്ചു. പക്ഷെ എനിക്ക് എന്നിട്ട് പോലും ആൾക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ എനിക്ക് കൂടെ നിൽക്കാനാ തോന്നി. അപ്പൊ എനിക്ക് തോന്നി ആളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് തോന്നി. അത് ആള് ചുമ്മാ ആ ഒരു സിമ്പതിയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ ഒക്കെ ഓരോ നമ്പേഴ്സ് അല്ലേ. വിജിത്താണ് ആ നമ്പറിന്റെ ആശാൻ അല്ലല്ലേ, പ്രണവനെ എനിക്കും തോന്നിട്ട്. അപ്പൊ എല്ലാവരുടെ കയ്യിലുണ്ട്. പിന്നെ ഇവരൊക്കെ കള്ളന്മാരുടെ ആശാന്മാരാ. ഇത് പറഞ്ഞപ്പോ എല്ലാവരുടെ മുഖത്ത് ഭയങ്കര ചിരിയൊക്കെ. ഓക്കെ, അടുത്തത് ജയകൃഷ്ണൻ, ഗിരീഷ്, യുവ. ഇവരിൽ ഏറ്റവും കൂടുതൽ ധൈര്യശാലി ജയകൃഷ്ണനാണ്. പിന്നെ അല്ല റിയൽ ലൈഫില് ജയകൃഷ്ണനാണോ ഗിരീഷിനാണോ ഇപ്പത്തെ സീരിയല് യുവ, ജാനകിയുടെ കൂടെയുള്ള യുവ, ഇവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ ധൈര്യശാലി? എല്ലാവർക്കും ധൈര്യം ഉണ്ട്, എന്നാലും ഒരു പോയിന്റിൽ പറയണേ ഹരി ആയിരിക്കും തോന്നുന്നു. ആണോ? അപ്പൊ ജയകൃഷ്ണൻ അല്ല, അപ്പൊ നോ ആണ്. കൊട്ടണ്ട. അപ്പൊ അടുത്ത ടാസ്ക് കറക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ആർക്കേജിനെ ലൈഫ് പാർട്ട്ണറായി തിരഞ്ഞെടുക്കാനുള്ള 3 കാരണങ്ങൾ. പാവം, ഞാൻ പറയാം എന്റെ പൊന്ന ആർക്കേജ്, എന്നെ എത്ര തവണ കുട്ടി പറ്റിച്ചിട്ടുണ്ട്. എന്നിട്ടും പറഞ്ഞു എന്തുകൊണ്ട് ആർക്കേജ്? ആർക്കേജ്. എല്ലാ ആൾക്കാരും എന്നെ ഈ പേര് കൊണ്ട് തന്നെ പല കോമഡികളും പറയാറുണ്ട്. ഈ ചിപ്പി ചേച്ചി ആയാലും അക്രൂന്ന് ചിപ്പി ചേച്ചി പറയാം, അക്രൂന് സുഖാണ്. നമ്മൾ ആരും അധികം കേൾക്കാത്തൊരു പേരാണ് അർക്കജ്. സൂര്യൻ ആണ് അതിന്റെ അർത്ഥം, അങ്ങനെയാണോ? ഓക്കെ, അർക്കൻ എന്ന് പറയില്ലേ? ഓക്കെ. അപ്പൊ അർക്കജിനെ കല്യാണം കഴിക്കാനുള്ള 3 കാരണങ്ങൾ. ഒന്ന് ഭയങ്കര ക്ഷമയാണ്. ഇപ്പൊ ഇച്ചിരി കുറഞ്ഞൊരു സംശയമുണ്ട്, എന്നാലും ഓക്കെ ആണോ? അപ്പൊ രക്ഷനെ സഹിക്കണമെങ്കിൽ അത്ര ക്ഷമ വേണോ? നല്ല ക്ഷമ ഉണ്ടായിരുന്നു. നമ്മള് കാണുന്ന അപ്പു ജാനകി ഒന്നും അല്ല റിയൽ രക്ഷ. ഇല്ല, ഞങ്ങൾ രണ്ടുപേരും നോക്കുകയാണെങ്കിൽ എനിക്ക് ക്ഷമയില്ല, ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളാണ് ഞാൻ. അർക്കച്ചിന്റെ അടുത്ത് പോയിട്ട് പറയാൻ പറ്റില്ല ഇറ്റ്സ് യുവർ ലക്ക് അപ്പൊ അർക്കച്ചിനെ പോലെ ഒരാളെ കിട്ടിയത് അല്ലേ? എന്തായാലും പറയാത്ത ഒരുപാട് ഗുണങ്ങളുള്ള ഒരാളെ തന്നെയാണ് രക്ഷയ്ക്ക് അപ്പുവിന് കിട്ടിയിരിക്കുന്നത്. പക്ഷെ രക്ഷ പറയാത്ത വേറൊരു കാര്യം കൂടെയുണ്ട്. അർക്കച്ച് ഭയങ്കര ഹാൻസം അല്ലേ? അത് പറഞ്ഞില്ല. ആള് നല്ല പാട്ട് പാടും. ഞങ്ങൾ ആ ഒരു എനിക്കൊരു ആദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സിംഗറെ കെട്ടണം മറ്റേന്നൊക്കെ പറയുമ്പോ ആള് ഈ ഫോണിലൂടെയൊക്കെ വന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതൽ സമയം ഈ പാട്ടൊക്കെ ഞാൻ പറയും എനിക്കിത് പാട്ട് പാടിത്തരണം, ആള് പാട്ട് പാടിത്തരും. പക്ഷെ എനിക്ക് ആളുടെ സൗണ്ടും പാട്ടും ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോ അതൊക്കെ ആയിരിക്കും എന്നെ അതിലേക്ക് അവരെ. പിന്നെ ആള് ഞാൻ ഭയങ്കര കുറച്ച് സ്പീഡായി സംസാരിക്കും, ആളത് ഭയങ്കര അങ്ങനെയൊക്കെയാണ് സംസാരിക്കുക. അത് എനിക്ക് തോന്നുന്നു എന്റെ ഒരു ക്യാരക്ടർ അത് മസ്റ്റാണ് അങ്ങനത്തെ ഒരാള്. കാരണം ഞാൻ പറയുമ്പോൾ ചില ആൾക്കാർ എന്നെ പോലെ തന്നെ ഓപ്പോസിറ്റ് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ണർ ആണെങ്കിൽ ചിലപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്കതിപ്പോ ചില ആൾക്കാർ അങ്ങനെ സംസാരിക്കും, എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നതിന് മുമ്പേ അവര് കയറി ചാടിക്കറി സംസാരിക്കാം. ഇതാകുമ്പോൾ ഞാൻ പറയുന്നത് കംപ്ലീറ്റ് കേട്ടിട്ട് ഓക്കെ ഇനി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു തുടങ്ങും. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് നല്ലൊരു ടോട്ടൽ പാക്കേജ് ആണ് കിട്ടിയിരിക്കുന്നത്. സൂപ്പർ നല്ലൊരു പാക്കേജ്. ഓക്കെ, റെഡി. അടുത്ത ചോദ്യം.
ഉദ്ഘാടനങ്ങൾക്ക് രക്ഷ പൊതുവെ അമിത തുക ചാർജ് ചെയ്യുന്നു എന്ന കേട്ടുകേൾവി വിഷമപ്പെടുത്തിയിട്ടുണ്ട്. ചില സ്ഥലത്തുനിന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വിഷമപ്പെടുത്തിയിട്ടുണ്ടോ? ആ ചിലത് അങ്ങനെ ചെയ്യാത്തതായതുകൊണ്ട് വിഷമം ഉണ്ടായിട്ടുണ്ട്. അന്ന് യെസ്. ആ ഓക്കെ. അപ്പം അങ്ങനെ അമിത തുക ഒന്നും വാങ്ങിക്കാറില്ല, നോർമൽ ആയിട്ടുള്ള എല്ലാരും വാങ്ങിക്കുന്ന പോലെയൊക്കെ ഉള്ളൂ. പക്ഷെ അങ്ങനെ ചില ആൾക്കാര് പറയുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ടെന്ന്. പിന്നെ നമ്മള് പറയാത്ത കാര്യങ്ങളും ഇവൻ അങ്ങനെയൊക്കെ ടോക്ക് വന്നിട്ടുണ്ട്. അപ്പം പിന്നെ അത് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാവും. കാരണം ഉള്ള കാര്യമാണ് ഓക്കെ. പിന്നെ ഞാൻ അതും കൊണ്ട് നടക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് അത് പറഞ്ഞ് തിരുത്താൻ പറ്റില്ലല്ലോ, ഓരോ ആൾക്കാര് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. അല്ല, പൊതുവെ രക്ഷനെ പറയുന്നത് തന്നെ സീരിയലിലെ ഹണി റോസ് എന്നാണ് പറയണത്. കാരണം ഏറ്റവും കൂടുതൽ സീരിയൽ ആർട്ടിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഇനോഗ്രേഷൻസ് ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പു ആണ്. അങ്ങനെയൊന്നുമില്ല ചില. എന്നാൽ ഏകദേശം ഒരു മാസത്തിൽ എത്ര ഉദ്ഘാടനം ചെയ്യും കേക്കട്ടെ? അതൊക്കെ എനിക്ക് ഓർമ്മയില്ല. ഒരു തവണ ഞാൻ 2 എണ്ണം ചെയ്തിട്ടുണ്ട് ഒരു മാസത്തില്. എന്നാലും അത്യാവശ്യം നല്ല വോളിയം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു, കാരണം ഹണി റോസ് ഒരുപാട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാവരും എന്റെ അടുത്ത് ചില ആൾക്കാർ ഒരു മെസ്സേജ് ഒക്കെ ഇട്ടിട്ടു, ഇങ്ങനെ സീരിയലില് ഹണി റോസ്. ഞാൻ പറഞ്ഞ ഈ അങ്ങനെയൊന്നും ഇല്ല. കാരണം വെച്ചാൽ അവര് കൊറേ ചെയ്യുന്നുണ്ടാവും, അതിന്റെ അടുത്തൊന്നും നമ്മള് എവിടെയില്ല. പിന്നെ കൊറേ പേര് ചെയ്യുന്നുണ്ടാവും, നമ്മളത് കാണാനായിട്ട്. അല്ല, എന്നാലും മൊത്തത്തിലൊരു വോളിയം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ ഇനോഗ്രേഷൻസ് ചെയ്യുന്നത് നമ്മുടെ അപ്പുക്കുട്ടിയാണ്. ഓക്കെ, ഇരിക്കട്ടെ ഇരിക്കട്ടെ. നല്ല കാര്യമല്ലേ, നല്ല കാര്യല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം. ഇപ്പൊ അടുത്തൊരു ഉദ്ഘാടനം വരുന്നുണ്ട്. ആണോ? അതെന്നാ, എവിടെയാ? അത് കോഴിക്കോടാണ്, 5-ാം തീയതി. 5 ഏപ്രിൽ അല്ലേ? ഓക്കെ, ശരി. അടുത്ത ടാസ്ക് എടുത്തോളൂ. അപ്പൊ ഞാൻ ഇത്ര പറഞ്ഞുകൊണ്ട് രക്ഷയ്ക്ക് ഇനി കൂടുതൽ ഇനോഗ്രേഷൻസ് വരും കേട്ടോ. അപ്പൊ ഇനി അങ്ങോട്ട് രക്ഷയ്ക്ക് ഇനോഗ്രേഷൻസ് കൂടുമ്പോഴത്തേക്കും ഞങ്ങളെ ഓർത്തണം. എനിക്ക് അതിന്റെ എനിക്ക് ഓരോ ശതമാനം തന്നാ മതി. ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടണം എന്ന് തോന്നിയത് എവിടെ നിന്ന്? ഇപ്പോഴാണ് മാത്രം പറയരുത്. ഏത് ആണെങ്കിലും പറയാം, എങ്ങനെയാണെങ്കിലും. ഇപ്പം അച്ഛന് ഇങ്ങനെ അപകടം വന്ന് ആ സമയത്തും പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, ഇവൻ അച്ഛനൊന്ന് തിരിച്ചു വരണം, അത് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു കാരണം ആ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, മൂവിയൊക്കെ വിട്ടിട്ട്. ഞാൻ എൻ്റെ കൂടെ ആരും വരാനില്ലായിരുന്നു ആ സമയത്ത്. ഒരു 2 വർഷത്തോ 1.5 വർഷത്തോളം ഏകദേശം അതൊക്കെ ഞാൻ ഇവിടെ ഒന്നും ചെയ്യാതിരുന്നു. ആ സമയത്ത് നോക്കി ഇതൊക്കെ കഴിഞ്ഞൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം തിരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് വരണം, എന്റെ അഭിനയത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. ആ ദൈവത്തിന് സമാധാനം കൊടുക്കാൻ അങ്ങനെ തന്നെയായിരിക്കും രക്ഷ എന്നുള്ള പേരും. സീരിയസ്ലി ലൈഫിന്റെ ഒരു നല്ലൊരു പാഠം നമ്മള് പഠിച്ചു. നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ടാവുന്നും, നമ്മള് ലൈഫില് ഒരു ഇങ്ങനത്തെ ഒരു എല്ലാം കൊണ്ടും നമ്മളൊന്ന് താഴ്ന്നിരിക്കുമ്പോ നമുക്ക് എങ്ങനെ തിരിച്ചു കയറണം എന്നുള്ളത് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ്. കാരണം ഭയങ്കര അങ്ങനെ നമ്മൾ വിചാരിച്ച ആൾക്കാരൊന്നും സപ്പോർട്ട് ആയിട്ടില്ല. എല്ലാവരുടെ ലൈഫിൽ അങ്ങനെ തന്നെയാണ്. അപ്പോ അത് നമ്മൾ അത്തരത്തിലുള്ളൊരു ക്രൈസിസ് സിറ്റുവേഷനിലൂടെ പോയിട്ടുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുക നമ്മുടെ കൂടെ, തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും എന്ന് നമ്മൾ ശരിക്കും റിയലൈസ് ചെയ്യുന്ന, നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന കുറച്ച് നിമിഷങ്ങൾ. എനിക്ക് തോന്നുന്നു അതിനുശേഷമാണ് ഞാൻ കുറച്ചുകൂടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മെന്റലി. എനിക്കെല്ലാം വന്നിട്ട് എന്തിപ്പോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കര കൂളായിട്ട് എടുക്കുന്നതിന്റെ റീസൺ ആ ഒരു വലിയൊരു പാഠം പഠിച്ചിട്ടുണ്ട്. ഒരുപാട് നമുക്ക് 2 തരം നമ്മൾ കണ്ടിട്ടുണ്ട് ലൈഫിന്റെ. ഓക്കെ, എല്ലാരും അങ്ങനെയാ. ഒരു ഇത് കിട്ടുമ്പോ പഠിക്കാന്ന് പറയില്ലേ, കണ്ണ് തുറക്കാന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അപ്പൊ രക്ഷാ സെഗ്മെന്റിലെ ലാസ്റ്റ് ഫൈനൽ ചോദ്യം. അങ്ങനെ ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. എവിടെ നിന്ന്? ഇവിടെ നിന്നാണ് പല സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു ഷൂട്ട്, മൂവിയുടെ ഷൂട്ടാണ് കൊടൈക്കനാല്. അപ്പം ഞാൻ ഒരു കാർബൺ മോണോക്സൈഡ് വന്നിട്ട് ഞാൻ ഭയങ്കര സീരിയസ് ആയിരുന്നു. നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. അന്നൊരു ദിവസം ഷൂട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങള് പുറത്തൊക്കെ കറങ്ങി തിരിച്ച് റൂമിലേക്ക് വന്നു. അപ്പൊ ജനറേറ്റർ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു, ഞാൻ അറിയില്ല. ഞങ്ങൾ വാഷ്റൂമിലൂടെ കയറി, ഞാൻ വാഷ്റൂം പോയിട്ട് വന്ന് തിരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന വന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഭയങ്കര തലവേദന ഉണ്ട്, ഞാൻ കിടക്കട്ടെ, ഉറങ്ങി എണീറ്റ് റെഡിയാവുമെന്ന് പറഞ്ഞായിരുന്നു. അച്ഛന് ഭയങ്കര പേടിയുള്ള ഒരാൾ, ടെൻഷൻ്റെ ഒരാൾ. കാരണം എന്തെങ്കിലും വയ്യാന്ന് വരുമ്പോഴത്തേക്ക് ടാബ്ലറ്റ് എടുത്ത് കഴിക്കുമെന്ന് പറയും. അപ്പൊ അച്ഛൻ വിചാരിച്ചു ഞാൻ കിടക്കുമ്പോൾ തന്നെ ഒരു ടാബ്ലറ്റ് തന്നു കഴിഞ്ഞാൽ തിരിച്ച് ഉറങ്ങിയാണ്. അപ്പൊ അത് തരാൻ വേണ്ടിയിട്ട് എന്നെ
ഉണർത്താൻ നോക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് രണ്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്നു. അപ്പോൾ അച്ഛന് തോന്നി ഇതാണ് എന്ത് ഇനി അപസ്മാരം അങ്ങനെ എന്താണോ എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തെ റൂമിൽ ആരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പം നോക്കുമ്പോൾ ഒരു ഓർമ്മയില്ല എനിക്ക്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 5 മിനിറ്റ് കൊണ്ട് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ എത്രയും ഹൈറ്റിലൊക്കെ നമ്മൾ പൊങ്ങൂലേ ബ്രീത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ആ സമയത്ത് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ അത്രയും ഹൈറ്റിൽ. പിന്നെ ഭയങ്കര, കാരണം ഡോക്ടർ പറഞ്ഞ് എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എന്നെ കൈയൊക്കെ പിടിച്ച് ഞാൻ തിരിച്ച് ഇങ്ങനെ ഓർമ്മയൊക്കെ വന്നപ്പോൾ പറഞ്ഞു, മോളെ ഭാഗ്യമാണ് കേട്ടോ, നീ തിരിച്ച് വരുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. അവിടെ നിന്ന് തന്നെ ഒരാൾ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്. കാരണം ഈ നമ്മളെ രക്ഷപ്പെടുന്ന സമയത്ത് അവരെ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് അവരെ ഓൾറെഡി പനിയായിട്ട് ഒന്ന് റൂമിൽ നിൽക്കുകയായിരുന്നു ഒരാൾ. അപ്പോൾ അവരെ തിരിച്ച് റൂമിൽ നോക്കിയപ്പം അവര് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പൊ അച്ഛൻ അങ്ങനെ മരുന്ന് തന്ന് ഉറങ്ങി കിടക്കാണല്ലോ, അവൾക്ക് മരുന്ന് തരാൻ അച്ഛനെ കൊണ്ട് തോന്നിപ്പിച്ചതാണ് അവിടെ. അതെ അതെ, അതുകൊണ്ട് ഞാൻ പറയുന്നത് രക്ഷപ്പെട്ടു ശരിക്കും. അതെ, എല്ലാ ചോദ്യത്തിനും വളരെ എന്താ പറയാ ഡെപ്ത് ഉള്ള കുറെ ആൻസേഴ്സ് ഒക്കെ കിട്ടി. ശരി, അടുത്ത ചോദ്യം. ഇത് ഞാൻ എവിടെയും പറയാത്തതായിരുന്നു ആണല്ലേ. അപ്പൊ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ആ ഒരു അതല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്റെ ലൈഫിലേക്ക് വന്നത്. സാന്ത്വനം 2 വേണ്ടെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ആണോ? എനിക്കെന്നല്ല, ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു സാന്ത്വനം 2 വന്നപ്പം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ ആൾക്കാരെയും വിളിച്ചായിരുന്നു. അപ്പം ചിപ്പി ചേച്ചി ഇല്ലാന്ന് പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് 2 ചെയ്യണ്ട എന്നുള്ളത്. കാരണം നമ്മളൊരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാമിലിയാണ്, അതാണ് ഇത്രയും ആ ഒരു ഇതിൽ കിടക്കുന്നത്. നമ്മളൊരു 2 ചെയ്തിട്ട് ആ ഒരു ഇമ്പാക്ട് കാരണം ആ സ്റ്റോറി അല്ല. അപ്പൊ നമ്മൾ പേര് മാത്രമേ ഉള്ളൂ 2 എന്നുള്ളത്. ആ സ്റ്റോറി അല്ലാതിരിക്കുമ്പോൾ നമ്മളത് ചെയ്തിട്ട് നമ്മൾ ആ ഒരു നല്ല രീതിയിൽ അങ്ങനെ തീർത്ത ഒരു സംഭവമാണ്. അപ്പൊ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒഴിവാക്കിയ സംഭവമാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കി. അപ്പൊ ഇപ്പൊ ഇത് സാന്ത്വനം 2 വേണ്ട എന്ന് തോന്നിയത്? ഇല്ല, ഞാനിപ്പം പറയുന്നില്ല. കാരണം ആ ഉണ്ടായിക്കോട്ടെ നമ്മുടെ പേര് തന്നെ ഇപ്പൊ ആൾക്കാർ പറയുന്നത് 2 സാധനം മറക്കില്ലല്ലോ, വർഷങ്ങളായിട്ട് ആ പേര് പോയല്ലേ. അപ്പൊ കുട്ടിക്കോ അതിൽ എത്ര ടാസ്ക് ഉണ്ടോ? കുറെ ഉണ്ടോ? കൊറേ ഉണ്ട്. അന്നെടുത്തോ, ഒരെണ്ണം കൊണ്ട് ഓപ്പൺ ചെയ്തോ. പച്ചമുളക് കഴിച്ചുകൊണ്ട് പാട്ട് പാടുക. അതിനിവിടെ പച്ചമുളക് ഇല്ലല്ലോ. സാധനം വന്നോ? എന്താണ് പാവത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യിക്കണേ? മുളക് ഇഷ്ടാണോ? എരിവ് ഇഷ്ടല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മുമ്പ് എരിവ്, പക്ഷെ ഇപ്പം ഇഷ്ടല്ല. ഇപ്പൊ അസിഡിറ്റി പ്രശ്നമൊക്കെ. അപ്പൊ ജസ്റ്റ് ഒരു ബൈറ്റ് ഇങ്ങനെ എടുത്താൽ എന്നിട്ടൊരു പാട്ട് പാടിയാ മതി. എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയില്ല. അത് സാരല്ലേ, അർക്കജ് എത്ര പാട്ട് പാടി തന്നിരിക്കണു. അർക്കജിന്റെ ഫേവറേറ്റ് പാട്ട് ഏതാ? അതങ്ങ് പാടിയാ മതി. അർക്കജിന് അങ്ങനെയൊന്നും ഇല്ല, ഓരോ ടൈമിൽ ഓരോന്ന്. എന്നാ പിന്നെ അപ്പൂന് ഇഷ്ടമുള്ളത്. എനിക്ക് തന്നെ കൺഫ്യൂഷൻ. അപ്പൂ വിളിക്കണോ, രക്ഷ വിളിക്കണോ, ഡെല്ല വിളിക്കണോ? എന്റെ പൊന്നെ എത്ര പേര്. രക്ഷ അല്ലെങ്കിൽ അപ്പു, ഇതിലേതെങ്കിലും ഒന്ന്. അല്ലെ ജാനകി. അതാ പറഞ്ഞേ. കാരണം ഇപ്പൊ ഞാൻ ജാനകിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തി. കാരണം അപ്പു തന്നെ ആയി പോയി. അതെന്റെ വായിലും ജാനകി വിളിക്കണോ, എല്ലാം ഏത് വിളിച്ചാലും വിളി കേട്ടോളൂ. ഏത് പാട്ട് എന്റെ കൂടെ പാടുവോ? ഞാനോ? ഇന്റർവ്യൂ ഒന്നും ഇനി കണ്ടിന്യൂ ചെയ്ത് പോണെന്നൊന്നും ഇല്ലേ? നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കൊമ്മലിട്ട് കുണിഞ്ഞവൾ. എവിടെ പാടാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരും പാടിയില്ലല്ലോ. ഇതിങ്ങനെ ഇവിടെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. അതെന്താന്നറിയോ, പാടി കേൾക്കുമ്പോ നല്ല താളത്തിൽ പാടുന്നുണ്ട്. വെറുതെ അപശ്രുതികളൊക്കെ നല്ല താളാണ്. അതുകൊണ്ടാണ്. ഇല്ല സാരില്ല, എന്നാലും രക്ഷ പാടി കേട്ടോ. പറഞ്ഞ എല്ലാ ടാസ്കുകളും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. പച്ചമുളക് വേണമെങ്കിൽ കഴിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ട വേണ്ട വേണ്ട. അടുത്ത ചോദ്യം. അപ്പുവിൽ നിന്നും ജാനകിയിലേക്ക് എത്തിയപ്പോൾ സ്വന്തം ക്യാരക്ടർ കൂടുതലായി പോർട്രേ ചെയ്യാൻ പറ്റിയതായി തോന്നി. ആണോ? സ്വന്തം ക്യാരക്ടർ, റിയൽ ലൈഫിലെ ക്യാരക്ടർ അപ്പുവിലാണോ അതോ ജാനകിയിലാണോ രക്ഷയ്ക്ക് കൂടുതൽ മാച്ച് ചെയ്ത് തോന്നുന്നത്? അപ്പൂലെല്ലാം ഇല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ജാനകിയെക്കാട്ടും കുറച്ചുകൂടെ എവിടേക്കോ അപ്പൂലുണ്ട്. അപ്പം ഞാൻ ചോദിച്ചതിനകത്ത് അപ്പൂന്റെ ഫുള്ളും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ഭയങ്കര ഇടയ്ക്ക് ഒട്ടും മെച്യൂർഡ് അല്ലാത്തൊരു ടൈപ്പാണല്ലോ അപ്പൂ. അങ്ങനെ ഇല്ല, ചിലതുണ്ട്, ചില കുഞ്ഞു കുഞ്ഞു വാശികൾ ഉണ്ടാവാറുണ്ട്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നില്ലേ, ചിലത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ നോ ആണ് ആൻസർ. ജാനകിയിലേക്കാണ്. ഓക്കെ, അപ്പൊ അടുത്ത ടാസ്ക് വീണ്ടും.
ടാസ്കിന് വേണ്ടിയാണെങ്കിൽ ഞാൻ യെസ് പറയാം. യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും ടാസ്ക് ചെയ്യണം. പിന്നെ എന്ത് കാര്യം, ഓരോ ചോദ്യത്തിന് ഓരോ പക്കം. കൂടെ അഭിനയിച്ച നായകന്മാരിൽ ഒരാളെ വിളിച്ച് പ്രാങ്ക് ചെയ്യുക. അയ്യോ, ആരെ വിളിക്കും? ഹരിയെ വിളിക്കണോ, ജയകൃഷ്ണനെ വിളിക്കണോ, യുവനെ വിളിക്കണോ, അതോ സിനിമയിൽ കൂടെ അഭിനയിച്ച ആരെങ്കിലും വിളിക്കണോ? അപ്പൊ എനിക്ക് അത് ഞാൻ ഹരിനെ വിളിച്ചാൽ മതിയോ? ഹരിനെ ഞാൻ കുറച്ചായി വിളിച്ചിട്ട് തോന്നുന്നു. നേരത്തെ രക്ഷനെ ഇവിടുന്ന് പ്രാങ്ക് ചെയ്യാൻ വിളിച്ചിട്ടില്ലേ? അപ്സര വിളിച്ചിട്ടുണ്ട് നേരത്തെ. അത് നമ്മുടെ ഇവിടുന്ന് തന്നെയാണ് വിളി പോയിരിക്കുന്നത്. ദൈവമേ, നിങ്ങളിട്ട് എനിക്ക് പണി. അപ്സരെ കൊണ്ട് വിളിപ്പിച്ചത് പ്രാങ്ക് ചെയ്യിക്കാൻ. ഞങ്ങൾ രണ്ടുപേരും വിളിച്ചെന്ന് പറയണ്ടേ? ഹലോ ചേട്ടാ. ഹലോ ചേട്ടാ, എന്നെ ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടായിരുന്നേ. എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഈ പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് അവര് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, വരാൻ പറ്റുമെന്നുള്ള രീതി ചോദിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങളൊന്ന് ചാരാന്ന്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു യുവേനെയും കൂടെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്, അപ്പം രക്ഷ റെഡിയാണോ എന്നുള്ള രീതിയിൽ എന്നെ എനിക്കൊരു വിളി വന്നു. അപ്പൊ ഞാൻ ചേട്ടന് വിളി വന്നോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഇല്ല, എന്നെ ആരും വിളിച്ചില്ലല്ലോ. വിളിച്ചിട്ടില്ല. ഇപ്പം എന്താ ചെയ്യാ? ഇപ്പൊ എന്ത് പറയാ അവരുടെ അടുത്ത് ഞാൻ? ഇനിയിപ്പൊ അവര് ചുമ്മാ ബിഗ് ബോസിലേക്ക് വിളിച്ച് സീരിയൽ നിന്നു പോകൂലേ? അതറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ സീരിയൽ ഇനിയിപ്പോ എന്താ അവസ്ഥ, ഇനി അത് അറിഞ്ഞിട്ടാണോ എന്താന്ന് എനിക്കൊന്നും അറിയില്ല. എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അവരിനി പറ്റിക്കാനൊന്നുമില്ലായിരിക്കും അല്ലേ? പറ്റിക്കാനായിരിക്കോ? എന്നെ ബിഗ് ബോസ് ഏഷ്യാനെറ്റിലുള്ള ഒരാളാ വിളിച്ചത്. പേരെന്തോ പേര് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ഇത് കേട്ടപ്പോ തന്നെ ഞാൻ ഇങ്ങനെ ദൈവമേ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ ശരിന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ തന്നെ ഞാൻ ഇപ്പം വിളിക്കട്ടോ എന്ന് പറഞ്ഞു. ചേട്ടനെ വിളിച്ചിട്ട് ഇനി വിളിക്കണം. നമുക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് പോകാനാണ് എന്തെങ്കിലും അതിന് ആയിരിക്കുമോ? മത്സരിക്കാനാണോ അല്ലെ കുറച്ച് ദിവസം അങ്ങനെ പോയി നിൽക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ചേട്ടൻ വരുവോ? ചേട്ടൻ വിളിച്ചാ വരുവോ? അങ്ങനെയല്ല ചോദിച്ചത്. അപ്പൊ എനിക്ക് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്. എനിക്ക് വന്നാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ പറഞ്ഞില്ലേ മറ്റേ പണ്ട് എനിക്ക് ഇതേപോലെ ഒരു വിളി വന്നതാണ് ബിഗ് ബോസ്. അല്ല, അങ്ങനെയാണെങ്കിൽ ചേട്ടനുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ റെഡിയാണ്, കുഴപ്പമില്ല. നമുക്ക് പരിചയമുള്ള ഒരാളുണ്ടല്ലോ. ഓക്കെ, ഇതൊരു പ്രാങ്ക് ആയിരുന്നു ചേട്ടാ. ഞാനേ ഇവിടെ മൈൽസ്റ്റോൺ മീഡിയയിലെ ഒരു ഇന്റർവ്യൂലായിരുന്നു. അപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടനെ വിളിച്ച് മറ്റേ എന്തെങ്കിലും പ്രാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ഇതാ ഞാൻ കൊടുക്കട്ടോ. ഇവിടെ രമ്യ ചേച്ചി ഉണ്ട്. ഹലോ യുവ. ഹലോ യുവ, നമസ്കാരം. എന്റെ പേര് രമ്യ എന്നാണ്. ഹായ്, ഞങ്ങൾ മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്നാണ് ഞാൻ ഇപ്പൊ വിളിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഒരു ഇന്റർവ്യൂവിന് രക്ഷ വന്നിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ കുറേ ഇവിടെ ജാനകിയുടെയും വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പൊ വെറുതെ ഒരു ടാസ്ക് കൊടുത്തതാണ് രക്ഷയുടെ അടുത്ത്. ഒരാളെ വിളിച്ചിട്ട് ഒന്ന് പറ്റിക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ജാനകി അപ്പുവിന് കൂടുതൽ അടുപ്പുള്ള ഒരാളെ വിളിച്ച് പറ്റിക്കാന്നുള്ള രീതിയിൽ അങ്ങനെ വിളിച്ചതാണ് കേട്ടോ യുവനെ. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും യുവ മനസ്സിലാഗ്രഹിക്കുന്ന പോലെ ബിഗ് ബോസിൽ നിന്ന് വിളിക്കട്ടെ. എന്തായാലും വിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ശരി കേട്ടോ. താങ്ക് യു. എല്ലാവരും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഹരി ആയാലും ജയകൃഷ്ണൻ, ഹരി, ഇപ്പൊ യുവ, 3 പേരും എല്ലാവരും. അപ്പം ഒരാൾക്ക് മാത്രം ഞാൻ കൊടുക്കത്തില്ല. ഓക്കെ, ശരി. അങ്ങനെയാണ് അടുത്തത്. ബിഗ് ബോസിൽ അതിഥിയായി പോയെങ്കിലും ഇനി ഒരിക്കലും ഒരു മത്സരാർത്ഥിയായി പോകണമെന്ന് ആഗ്രഹമുണ്ട്. കറക്റ്റ് ചോദ്യം അതുമായിട്ട് വന്നപ്പോ ഇതാ വന്നിരിക്കുന്നത്. അപ്പൊ ആഗ്രഹം ശരിക്കും ഉണ്ടോ? ഇല്ല. ഇല്ല? എന്ത് പറ്റി? എനിക്ക് ആഗ്രഹം ഇല്ലെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ മൊത്തത്തിൽ എങ്ങനെ എനിക്ക് അറിയില്ല. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പൊ അതൊരു പബ്ലിക്കിന്റെ മുമ്പിൽ അങ്ങനെ ഒരു ഇതിലേക്ക് വരണം എന്നുള്ളത് താല്പര്യമില്ല. കാരണം മൊത്തത്തിൽ മീൻസ് നമ്മൾ അതിൽ പോയി കഴിഞ്ഞാൽ നമ്മളെന്നൊരാള് കറക്റ്റായിട്ട് എങ്ങനെയാന്നുള്ളതിലേക്കാണ് വരുന്നത്. പക്ഷെ അത് നമുക്കറിയാം നമ്മുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത്. പക്ഷെ എനിക്ക് അതൊരു മത്സരിക്കുക എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങോട്ട് കേറിയിട്ടില്ല ഇതുവരെ. ഓക്കെ, ഫോൺ അടിക്കണ്ടോ? ചേട്ടൻ വിളിക്കുന്നു. ഏത് ചേട്ടനാ? ചേട്ടൻ എടുത്തോ.
ഹലോ ആ ചേട്ടാ സ്പീക്കറിലിടുവന്നൊരു ചോദിക്കുന്നുണ്ട്. ചേട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും. ആ ഇവര് മൈൽ സ്റ്റോൺ മീഡിയയിൽ നിന്ന് പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പം അല്ല എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞാണ്. പിന്നെ ഞാൻ പറഞ്ഞു വേറെ ഹരിക്ക് കൊടുക്കുക പ്രാങ്ക് എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഇപ്പോഴുള്ള ഒരു വർക്കിന് ഇതിന് വേണ്ടി എന്നെ യുവചേട്ടൻ എന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. അടുപ്പുള്ള എന്നുള്ള രീതിയിൽ അയ്യോ ഇവരും എൻ്റെ അടുത്ത് പറഞ്ഞത് കംപ്ലീറ്റ് കേൾക്കാം. എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ അവരെന്ത് സിറ്റുവേഷൻ അല്ലാത്ത സമയത്ത് വിളിച്ചുകൊണ്ട് എന്തപ്പം പ്രശ്നം, എന്തപ്പം പറയണ്ട അവരെടുത്ത്? അതില്ല ഇവര് പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് വിളിച്ചു, അങ്ങനെയാണ്. സോറി പറഞ്ഞോ, ബുദ്ധിമുട്ടായെങ്കിൽ സോറി പറയാം. ഓക്കെ ഓക്കെ സോറി 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 സോറി. ഇവരങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചേട്ടൻ ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. സോറി സോറി. അയ്യോ രക്ഷ, ഇത് രക്ഷനെ തിരിച്ച് പ്രാങ്ക് ചെയ്തതാ. യുവ വിളിച്ച് സ്പീക്കറിലിട്ടോ തിരിച്ച് പ്രാങ്ക് ചെയ്തതാ. അതെ പാവ, എന്താണ് യുവ ഇല്ല ഞാനേ ഇല്ലില്ല ഞാന് പെട്ടെന്ന് കാരണം ആ ചേട്ടൻ അങ്ങനെ സീരിയസ് ആയിട്ട് അങ്ങനെ സംസാരിക്കാറില്ല. എപ്പോഴും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര തമാശയായിട്ട് എപ്പോഴും സംസാരിക്കാറ്. അപ്പൊ പെട്ടെന്ന് ചേട്ടൻ സീരിയസ് ആയപ്പോ ഞാൻ വിശ്വസിച്ചു, സത്യം പറയണെങ്കിൽ. സീരിയസ്ലി ചേട്ടാ ഞാൻ വിശ്വസിച്ചു കേട്ടോ. കാരണം ഞാന് കാരണം ഈ ചേട്ടന്റെ ഇങ്ങനത്തെ ഒരു മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ലൊക്കേഷനിലായാലും ഭയങ്കര തമാശയായിട്ടും ഭയങ്കര ഇതായിട്ട് പോകുന്ന ആളാണ്. അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് ഒരു ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു മുഖം കണ്ടപ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ആവുന്നതാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അങ്ങനെ ആവില്ലെന്നുള്ള ഉറപ്പുകൊണ്ടാണ് ചേട്ടനെ ഞാൻ വിളിക്കാന്നുള്ളത്. ഇത് മൊത്തത്തിൽ പ്ലാൻ ആണ്. രക്ഷ വിളിക്കും എന്നുള്ള കാര്യം യുവയ്ക്കും അറിയാമായിരുന്നു. യുവ വിളിക്കും എന്നുള്ളത് രക്ഷയ്ക്ക് അല്ല, യുവ ഇതെല്ലാം ഫുൾ പ്രാങ്ക് ആണ്. യുവയായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് പറഞ്ഞു വെച്ചതായിരുന്നു. ഒരു പയ്യൻ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നീ അവനെ ഒന്ന് പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ കേസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ ടെൻഷനായി. ആണോ? എല്ലാത്തിനും കാരണം ഈ ശാന്തനുമാണ്. ശാന്തനു മോനെ ആ നിഷ്കളങ്ക മുഖം ഒന്ന് കാണിച്ച്. ഇവൻ എന്നോട് വിളിക്കുമ്പോ എങ്ങനെ സംസാരിക്കും, ഹലോ ചേച്ചി, ചേച്ചി എപ്പോഴാ ഫ്രീ? ഒപ്പിച്ച പണി പാവ. രക്ഷ ഞാൻ പേടിച്ചു കേട്ടോ. കാരണം എന്താ അറിയോ, ഞാന് ചേട്ടനെ വിശ്വസിക്കാൻ കാരണം ചേട്ടന് അങ്ങനെ ഇങ്ങനെ ഇതുവരെ ബിഹേവ് ചെയ്യാത്ത ഒരാളാ. ഇങ്ങനെയല്ല, എപ്പോഴും തമാശയായിട്ട് പറയുന്ന ഒരാള് പെട്ടെന്ന് സീരിയസ് ആയി ഭയങ്കര പെട്ടെന്ന് എനിക്ക് ടെൻഷൻ ആയിട്ടോ. സീരിയസ്ലി ചേട്ടന്റെ സീരിയസ്നെസ് പറയണ്ട. ഇല്ല കരഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഒരു ഹോസ്പിറ്റൽ കേസിനും ഇല്ല കണ്ണിന്ന് വെള്ളം വന്നിട്ടില്ല. കണ്ണ് നിറഞ്ഞു, കരയാൻ പോവായിരുന്നു, സങ്കടം വന്നു പാവം. അല്ല എനിക്ക് സങ്കടം വന്നു. ഇല്ലില്ല മറക്കില്ല. അല്ല ഞാന് ടെൻഷൻ വെച്ച ഒരു ഹോസ്പിറ്റൽ കേസിൽ വിളിച്ചിട്ട് എന്താന്ന് അറിയാതെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പിന്നെ ചേട്ടന് എന്താ ഞാൻ വിശ്വസിക്കാൻ കാരണം ചേട്ടൻ ഇപ്പം നമ്മൾ ഈ ഒരു ഇത് ചെയ്തപ്പോ പ്രാങ്ക് ചെയ്തപ്പോ ആ ചേട്ടൻ അവിടെ നിന്ന് ചേച്ചി ഇങ്ങനെ സംസാരിച്ചപ്പോ ആള് ആന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓ അത് ശരി അങ്ങനെയൊന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ചേട്ടൻ അന്നപ്പോ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നി.
ചെറുതായിട്ട്. ഓക്കെ, അതൊക്കെ ആക്ട് ചെയ്തതാണ്. യുവയ്ക്ക് എല്ലാം അറിയാമായിരുന്നു, രക്ഷ വിളിക്കും എന്നുള്ള കാര്യം യുവയ്ക്ക് ഞാൻ ഓൾറെഡി അറിയാമായിരുന്നു. പ്രതീക്ഷിക്കണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തമാശ പറയാറുണ്ട്, പക്ഷെ ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സാരമില്ല, ഇനി നമുക്ക് ഇതെല്ലാം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, താങ്ക് യു. ചേട്ടാ ബൈ. കുഴപ്പമില്ല. ഞാൻ ലൊക്കേഷനിൽ കാണുമ്പോൾ ബാക്കി തന്നോളാം. ബൈ. അയ്യോ എന്നെ ഒന്നും ചെയ്യരുത്. ശരി, ഓക്കെ. Okay. ഇന്റർവ്യൂ നടക്കട്ടെ. ശരി. ശരി, താങ്ക് യു യുവ.